ഇല്ലാത്ത വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചറെ കൊണ്ട് ഷാഫിയെ വെട്ടിലാക്കാൻ നോക്കി. എന്നിട്ടിപ്പോൾ എന്തായി? 8ന്റെ അല്ല 16ന്റെ പണി കിട്ടി ശൈലജയ്ക്ക്. സംഭവം കൈവിട്ടു പോയതോടെ പിണറായി കൈമലർത്തി. രംഗം കൊഴുപ്പിച്ച നേതാക്കളും മുങ്ങി. പെട്ടത് ശൈലജ ടീച്ചർ മാത്രം. ഷാഫിക്ക് ഉമ്മയില്ലേ എന്നും ചോദിച്ച് CPM ഒരു സഹതാപ തരംഗം കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത് ഷാഫി തന്നെ പൊളിച്ചടുക്കി. മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല, പോസ്റ്റർ പ്രചരിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് ശൈലജ ടീച്ചർ. അശ്ലീല വീഡിയോ ആരോപണത്തിൽ KK ശൈലജയ്ക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് ഷാഫി പറമ്പിൽ. ഇത് ശൈലജ ടീച്ചർക്ക് കനത്തൊരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശൈലജ ടീച്ചർക്ക് ഒരു ഇമേജ് ഉണ്ടായിരുന്നു. CPMനോട് എത്രയൊക്കെ വെറുപ്പ് ജനങ്ങൾക്കുണ്ടെങ്കിലും ശൈലജ ടീച്ചറിനോട് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു മലയാളികൾക്ക്. എന്നാൽ ഷാഫിക്ക് നേരെ ഇത്തരം ഒരു ആരോപണവുമായി വന്നതോടെ, അതും പൊളിച്ചടുക്കിയതോടെയാണ് ശൈലജ ടീച്ചറിന്റെ ഇമേജിന് ഒരു ഇടിവ് വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ വിമർശനവും അധിക്ഷേപവും വ്യാപകമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷാഫിയുടെ തീരുമാനം. മോർഫ് ചെയ്ത വീഡിയോ പ്രചരിച്ചിട്ടില്ലെന്ന് ശൈലജ ടീച്ചർ തന്നെ പിന്നീട് പ്രതികരിച്ചു. വടകരയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇത് പ്രചാരണത്തിലും പ്രതിഫലിക്കുന്നുവെന്നതാണ് വസ്തുത. എന്നാൽ വീഡിയോ അല്ല, മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്നാണ് താൻ പറഞ്ഞതെന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ശൈലജ ടീച്ചർ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരുന്നു. ഏതാണ്ട് ഒരാഴ്ചയോളം കത്തിനിന്ന വിഷയത്തിൽ പക്ഷേ തനിക്കെതിരെ ഉണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും മാപ്പ് പറയുമോ എന്ന് ഷാഫി തിരികെ ചോദിച്ചിരുന്നു. KK ശൈലജയെ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചാരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി ചോദിച്ചത്. ശൈലജ തിരുത്തൽ നടത്തിയതിൽ സന്തോഷമുണ്ടെന്നും എന്നാൽ വീഡിയോയുടെ പേരിൽ തന്റെ ഉമ്മയുടെ പേര് വരെ വലിച്ചിഴച്ചു എന്നാണ് ഷാഫി പറയുന്നത്. സോഷ്യൽ മീഡിയ ഇമ്പാക്ട് UDFന് അനുകൂലമാകുമെന്നും ഷാഫി പറഞ്ഞു. വടകരയിൽ രാഷ്ട്രീയ വിവാദം തീരുന്നില്ല. പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും ഉണ്ടാക്കിയ അലയൊലികളെ തണുപ്പിക്കാനുണ്ടാക്കിയ വിവാദവും CPMന് തിരിച്ചടിയാകുന്നു എന്നതാണ് വസ്തുത. തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ലെന്നും മോർഫ് ചെയ്ത പോസ്റ്റർ എന്നാണ് പറഞ്ഞതെന്നും വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി ശൈലജ പറഞ്ഞതോടെയാണ് വീണ്ടും രാഷ്ട്രീയ വിവാദം ആളിക്കത്തുന്നത്. ഇതോടെ ഈ വിഷയം ഇപ്പോൾ ചൂടൻ ചർച്ചയാക്കിയിരിക്കുകയാണ് UDF. എന്റെ വടകര KL18 എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിരന്തരമായി ഫേക്ക് വീഡിയോകൾ, വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ്. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി എന്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു. എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് എന്നായിരുന്നു ശൈലജ പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതിൽ തിരുത്തലും വരുത്തി. എന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പോസ്റ്റർ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞത്, വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ പത്രസമ്മേളന വീഡിയോ കണ്ടാൽ മനസ്സിലാകുമെന്നാണ് ശൈലജയുടെ പുതിയ വാദം. ഈ 2 വീഡിയോയും കോൺഗ്രസ് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതോടെ സഹതാപ വോട്ട് കിട്ടാൻ ഇടത് സ്ഥാനാർത്ഥി നുണ പ്രചരിപ്പിച്ചുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അശ്ലീല ചിത്രമെന്ന് മാത്രമാണ് ശൈലജ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നതെങ്കിലും അശ്ലീല വീഡിയോ സൃഷ്ടിച്ചുവെന്നാണ് CPM നേതാക്കളും അണികളും പ്രചരിപ്പിച്ചത്. ആ പത്രസമ്മേളനത്തിലെ ഫേക്ക് വീഡിയോകൾ എന്ന പരാമർശമാണ് CPMകാർ ചർച്ചയാക്കിയത്. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി ശൈലജ രംഗത്ത് വന്നത്. അങ്ങനെ ഒരു വീഡിയോ ഇല്ലെന്ന് ശൈലജ ഇപ്പോഴെങ്കിലും സമ്മതിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഷാഫിയും പ്രതികരിച്ചു. ഇത്രയും ദിവസം ഞാൻ നേരിട്ടത് കടുത്ത സൈബർ ആക്രമണമാണ്. അതിനൊക്കെ എന്താണ് മറുപടി? ആരെ മറുപടി പറയും? അശ്ലീല വീഡിയോ ഉണ്ടാക്കുന്നവർ എന്നുവരെ വിളിച്ച് വേട്ടയാടിയില്ലേ? ടീച്ചറുടെ വാക്കുകൾ കേട്ട് എന്നെ ആക്രമിച്ച സാംസ്കാരിക നായകർ ഇനി പ്രതികരിക്കുമോ? ഇതിന് ജനം മറുപടി പറയും. ഇതാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. സൈബർ ആക്രമണം ആർക്കെതിരെ നടന്നാലും തെറ്റാണ്. എനിക്ക് ഉമ്മയില്ലേ എന്നാണ് ടീച്ചർ ചോദിച്ചത്. ഇല്ലാത്ത വീഡിയോയുടെ പേരിലാണ് എൻ്റെ ഉമ്മയെ വരെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത്. വ്യക്തിഹത്യ നടത്തി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, നാളെയും ചെയ്യില്ല, ഷാഫി പറഞ്ഞു. ഷാഫി പറമ്പിലിന്റെ ഈ സധൈര്യത്തോടെയുള്ള മറുപടിയാണ് ഇപ്പോൾ വലിയ തരംഗമായി മാറുന്നത്. ശൈലജ ടീച്ചറിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കൂടെ ഉള്ളവർ ചേർന്നാണ് ഈ സംഭവം അങ്ങ് പൊലിപ്പിച്ചത്. പക്ഷേ പ്രശ്നമുണ്ടായപ്പോൾ ശൈലജ ടീച്ചർ തനിച്ചായിപ്പോയി. ഈ സംഭവങ്ങളൊക്കെ കണ്ട് പിണറായി വിജയൻ ചിരിക്കുകയാണ്. കാരണം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന രീതിയിലാണ് വടകരയിലെ ശൈലജയുടെ സ്ഥാനാർത്ഥിത്വത്തെ പിണറായി കാണുന്നത്. മൂപ്പർക്കതിൽ വലിയ ഒരു ജയിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല. കാരണം ശൈലജ തനിക്കൊരു പണിയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒതുക്കണം എന്നുള്ളതാണ് മൂപ്പരുടെയും ഒരു തീരുമാനം. തോറ്റാലും ഒന്നുമില്ല, ജയിച്ചാൽ വടകര തിരിച്ചു കിട്ടും, അത്രമാത്രം.